മലയാളം സീസൺ 7 അവസാനിച്ചിട്ട് ഒരു മാസത്തോട് അടുക്കാറെങ്കിലും ഇപ്പോഴും മത്സരാർത്ഥികളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും വീഡിയോകളും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. സീരിയൽ താരം അനുമോൾ ആയിരുന്നു ഇക്കഴിഞ്ഞ 7ാം സീസൺ വിജയിയായത്. ഫസ്റ്റ് റണ്ണറപ്പായത് അനീഷും സെക്കൻഡ് റണ്ണറപ്പായത് സീരിയൽ താരം ഷാനവാസുമായിരുന്നു. സീത, കുങ്കുമപ്പൂവ് അടക്കമുള്ള സീരിയലുകളിലാണ് ടെലിവിഷൻ രംഗത്ത് ഷാനവാസിന് ആരാധകരെ നേടിക്കൊടുത്തത്. ആ പ്രേക്ഷക പിന്തുണ ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയപ്പോഴും ഷാനവാസ് ലഭിച്ചിരുന്നു. 1ാം ദിവസം മുതൽ അതുകൊണ്ട് തന്നെ വോട്ടിങ്ങും ഷാനവാസ് മുന്നിലായിരുന്നു. പക്ഷേ അനുമോളും അനീഷും ഇടയ്ക്ക് വെച്ച് ഷോ കയ്യിൽ തൂക്കി. അതോടെ ഷാനവാസിന് കണ്ടന്റ് ക്ഷമമായി, പ്രേക്ഷക പിന്തുണ കുറഞ്ഞു. അനുമോൾക്കും അനീഷിനുമൊപ്പം നെവിനും അക്ബറും കൂടി ഉയർന്നു വന്നതോടെ ഷാനവാസിന് രുദ്രനെ ആളുകൾ പതിയെ കൈവിടുകയായിരുന്നു. പലപ്പോഴും ഗെയിം മറന്ന് പെരുമാറിയും ഷാനവാസിന് വിനയായി തീർന്നു. ഷോ കഴിഞ്ഞ് കേരളത്തിൽ വീണ്ടും കാലുകുത്തിയപ്പോൾ ഷാനവാസിനെ സ്വീകരിക്കാൻ കുടുംബവും സുഹൃത്തുക്കളും എല്ലാം എത്തിയിരുന്നു. എന്നാൽ ജന്മനാട്ടിൽ ഒരു സ്വീകരണ ചടങ്ങ് നടന്നത് കഴിഞ്ഞ ദിവസമാണ്. അതിൻ്റെ വീഡിയോയും ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. സ്വീകരണ ചടങ്ങിന് മുന്നോടിയായി ഒരു ജന്മനാട് മഞ്ചേരി അങ്ങാടിയിലൂടെ റോഡ് ഷോ നടത്തിയിരുന്നു. സുഹൃത്തുക്കൾക്കും മക്കൾക്കുമൊപ്പം തുറന്ന ജീപ്പിൽ എത്തിയാണ് തൻ്റെ പ്രിയ പ്രേക്ഷകരെ ഷാനവാസ് കണ്ടത്. ഷോ കഴിഞ്ഞ് ഒരു മാസത്തോട് അടുക്കുമ്പോഴാണ് ഷാനവാസിൻ്റെ റോഡ് ഷോ നടന്നത് എന്നതുകൊണ്ട് തന്നെ വീഡിയോ വൈറലായപ്പോൾ വിമർശനവും പരിഹാസവുമാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചത്. ഇതൊന്നും വേണ്ടിയിരുന്നില്ല, സ്വയം കോമാളിയായി മാറുന്നത് പോലെയുണ്ട്, എന്തിനാണ് ഈ പ്രഹസനമൊക്കെ, ആരെ കാണിക്കാനാണ്? ഇപ്പോൾ കറക്റ്റ് ഷാനവാസ് ആയത്. മാസ് എൻട്രി കാണാൻ ആരെയും കാണുന്നില്ലല്ലോ. ബിഗ് ബോസ് കഴിഞ്ഞ ഒരു മാസം ആവാറായി, അപ്പോഴാണ് റോഡ് ഷോ. ഇയാളിത് എന്തോന്ന്? ഷാനവാസ് എന്ന പേര് യോജിച്ചത് ഇപ്പോഴാണ്. ബിഗ് ബോസിലും പട്ടി ഷോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടും പട്ടി ഷോ. ബോറാണ്, നിർത്തിപ്പോകൂ. ഇപ്പോൾ ഈ പ്രഹസനം വേണ്ടിയായിരുന്നു. ഇതൊക്കെ എന്തിനാണ്? അദ്ദേഹം നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ആ പരിപാടിയിൽ നിന്ന് കിട്ടിയതെല്ലാം അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതല്ലേ? ഒരു ജവാൻ നാടിനെ യുദ്ധത്തിൽ മുന്നിൽ നിന്ന് വിജയിപ്പിച്ചതൊന്നുമല്ലല്ലോ. സ്ഥാനാർത്ഥിയാണെന്ന് വിചാരിച്ചു അഴകിയ രാവണൻ ആരെയും കാണുന്നില്ലല്ലോ. ഫൈനൽ 2-ൽ എത്തിയ അനീഷിനെ ഒഴികെ വിന്നറെ കാണാൻ പോലും ആരും വന്ന് കണ്ടില്ലല്ലോ എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. കാര്യമായി ടാസ്കുകൾ ചെയ്യാനോ മൈൻഡ് ഗെയിം കളിക്കാനോ ഒന്നും ബിഗ് ബോസ് ആയിരുന്നപ്പോൾ ഷാനവാസിന് കഴിഞ്ഞിരുന്നില്ല. ആരിന് കൊടുക്ക സീക്രട്ട് ടാസ്ക് പോലും ഷാനവാസ് ഇടപെട്ട് കാരണം വെള്ളത്തിലാകുമെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ സീസൺ പങ്കെടുത്തവരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയ ഒരാൾ ഷാനവാസ് ആയിരുന്നു. താനും അനീഷുമാ ഗ്രാൻഡ് ഫിനാലെ ഫൈനൽ 2 ഇടം പിടിക്കുകയാണെന്ന് ഷാനവാസ് കരുതിയിരുന്നു. എന്നാൽ ഗ്രാൻഡ് ഫിനാലെ വീക്കിൽ കാര്യങ്ങൾ മാറുമറന്നതോടെയാണ് ഷാനവാസ് സെക്കൻഡ് റണ്ണറപ്പായത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.